ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കുറേ നാളായില്ലേ ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ട്. അപ്പം നമുക്ക് ഇന്നൊരു സ്വീറ്റ് ഡിഷ് കാണാം. ഞാൻ റവ കേസരീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എല്ലാവരും ഉണ്ടാക്കുന്നതുമായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എത്ര നേരം വെച്ചാലും ഇത് ഹാർഡാവില്ല കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു എമൗണ്ടിൽ എടുക്കുന്ന അളവുകളിൽ എടുത്ത് ആക്കുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര സമയം വെച്ചാലും അത് ഹാർഡാവില്ല. നല്ല സോഫ്റ്റ് കുഷ്യൻ പോലെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്കെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അതിനായിട്ടൊരു പാൻ ചൂടാൻ നോക്കുക. പാനിലേക്ക് നമ്മൾ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിന് കണക്കായിട്ടുള്ള അളവുകളും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ആദ്യം നെയ്യ് എടുത്തതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പ് വറുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റിയതിന് ശേഷം അതേപോലെ തന്നെ ഞാൻ കുറച്ച് ആൽമണ്ട്സ്, ബദാമും കൂടി അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പിൻ്റെ അതേ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ആൽമണ്ട്സിന് കിട്ടുക ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് നമ്മളെ മുന്തിരിയും കൂടി വറുത്ത് കോരുക. സാധാരണ നമ്മളെ പായസത്തിലെല്ലാം ഇടുന്ന മുന്തിരിയും കൂടെ വറുത്ത് കോരുക. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ഗ്ലാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ്സിലാണ് എല്ലാ അളവുകളും ഞാൻ പറയുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ എടുക്കുന്ന ഗ്ലാസിൻ്റെ 1 ഗ്ലാസ് റവയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1/2 ഗ്ലാസ് നെയ്യാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 1 ഗ്ലാസ് റവയ്ക്ക് 1/2 ഗ്ലാസ് നെയ്യ് ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും എല്ലാം വറുത്തെടുത്ത് അതേ നെയ്യിലേക്ക് തന്നെ ഈ റവയും ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. കാരണം നമുക്ക് നെയ്യ് എന്തായാലും റവ വറക്കാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം വേറെ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. റോസ്റ്റഡ് റവ ആണെങ്കിൽ കൂടിയും നമ്മളൊന്ന് നെയ്യിൽ എക്സ്ട്രാ ഒന്നും കൂടി വറുത്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് വഴണ്ട് കിട്ടുന്ന സമയത്ത് നമ്മളിനി ഇതിലേക്ക് നമ്മളെടുത്ത ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിന് എത്രയാണോ റവ എടുത്തുള്ളത് അതിൻ്റെ ഇരട്ടി, ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അടിക്ക് പിടിച്ച കേസരീൻ്റെ ടേസ്റ്റൊക്കെ ആകാൻ മാറും. അപ്പോൾ ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഈ ഒരു സോഫ്റ്റ്നെസ് ആകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും കൂടി ഇതിൽ മിക്സ് ചെയ്ത് ചേർക്കുക. ഞാനതിൽ ഫുൾ ചേർക്കാൻ ഇനി വിചാരിക്കേണ്ട, ഞാനത് പായസത്തിനും കൂടി വേണ്ടി ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കൂടെ മിക്സ് ചെയ്തിട്ടാകുമ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയാണ് നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. ഞാൻ നോർമലി നിങ്ങൾക്ക് ഷുഗറിനനുസരിച്ച് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഷുഗർ ആവശ്യമുള്ളവരാണെങ്കിൽ 2 ഗ്ലാസ് എടുക്കാം. നമ്മളെടുത്ത ഗ്ലാസ്സിന് 2 ഗ്ലാസ് എടുക്കാം. ഇല്ല കുറച്ച് കുറഞ്ഞിട്ട് മതിയെന്നെങ്കിൽ 1.5 ഗ്ലാസ് എടുക്കാം. ഞാൻ 1.5 ഗ്ലാസ്സാണ് മെഷർ ചെയ്ത് വെച്ചിന്. പക്ഷേ ഞാൻ ഉപയോഗിച്ചത് 1 ഗ്ലാസ് മാത്രമാണ്. കാരണം എനിക്ക് അത്ര സ്വീറ്റ് ഇഷ്ടമല്ല. സ്വീറ്റാണ് ഉണ്ടാക്കുന്നതിൽ കൂടിയെങ്കിലും സ്വീറ്റ് എനിക്ക് ഒരുപാട് ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിന് 1 ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളിഷ്ടം പോലെ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ലൂസാവും, മെൽട്ടായി എന്തായാലും ഒരു വെള്ളം പോലെ ആവുമല്ലോ. ഈ ഒരു പരുവാകുമ്പം നമുക്ക് നിർത്താം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.